റിയാക്റ്റിൻ്റെ പുതിയൊരു ക്ലാസ്സാണ്. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് റിയാക്റ്റ് റൗട്ടിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. അതായത് നമ്മൾ ഇത്രയും കാലം വെബ്സൈറ്റ് ചെയ്തപ്പോഴും നമുക്കിപ്പോൾ ഒരു സ്ഥലത്തേക്ക് നാവിഗേറ്റ് ചെയ്ത് പോകണമെങ്കിൽ, ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് എബൌട്ട് പേജ് ആകാം, അല്ലെങ്കിൽ എബൌട്ട് ആകാം, അല്ലെങ്കിൽ കോണ്ടാക്റ്റസ് ആകാം. ഓക്കെ, നമുക്ക് നമ്മുടെ കണ്ടൻറ്റുള്ള ഒരു പേജിലേക്ക് നാവിഗേറ്റ് ചെയ്ത്, അതായത് റൗട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി റിയാക്റ്റ് ഈ റൗട്ടിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വരുന്നത്. അതായത് നമ്മുടെ ഏത് വെബ്സൈറ്റ് എടുത്താലും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എടുത്താലും ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് നമുക്ക് നാവിഗേറ്റ് ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റിയാക്റ്റിലുള്ള ഒരു മൊഡ്യൂൾ നമുക്ക് നോക്കാം. റിയാക്റ്റ് റൗട്ടർ ഡോം എന്ന് പറഞ്ഞൊരു മൊഡ്യൂളുണ്ട്. റിയാക്റ്റ് റൗട്ടർ ഡോം എന്ന് പറഞ്ഞ മൊഡ്യൂൾ. അപ്പോൾ നിങ്ങൾക്ക് റിയാക്റ്റ് റൗട്ടർ ഡോം നടിക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു NPM മൊഡ്യൂളാണ്. ഞാൻ ജസ്റ്റ് നമ്മുടെ പ്രൊജക്റ്റ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് ജസ്റ്റ് റൺ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. നമുക്കിവിടെ ഇത് പേസ്റ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഈ റിയാക്റ്റ് റൗട്ടർ ഡോം കുറേ കോൺസെപ്റ്റൊക്കെ ഉണ്ട്. നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ അവരുടെ ഒഫീഷ്യൽ പേജുണ്ട്. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടോ അവരുടെ ഗിറ്റപ്പ് റെപ്പോ എടുത്തിട്ട് reactrouterDOM.com എന്ന് പറഞ്ഞ പേജുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങളുണ്ട് റിയാക്റ്റ് റൗട്ടർ ഡോമിലൊക്കെ. ഇൻസ്റ്റലേഷൻ, റൗട്ടിങ്, കുറേ കോൺസെപ്റ്റുകളുണ്ട്. അപ്പം ഇവിടെ നമുക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കണം. നമുക്കൊരു കാര്യത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. ഓക്കെ, അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്റ്റ് റൗട്ടർ ഡോമിൽ നിന്ന് നമ്മൾ ഒരു സംഭവം എടുക്കണം. അതായത് നമ്മുടെ index.js ആണ് നമ്മുടെ മെയിനായിട്ടുള്ള ഫയൽ, നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മളിവിടെ ബ്രൗസർ റൗട്ടർ എന്ന് പറഞ്ഞൊരു സാധനം നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തെടുക്കും റിയാക്റ്റ് റൗട്ടർ ഡോം ലൈബ്രറിയിൽ നിന്ന്. അതെവിടെ കിടക്കണമെന്ന് വെച്ചാൽ റിയാക്റ്റ് റൗട്ടർ ഡോം ഇതിൽ ആഡ് ആയിട്ടുണ്ട്. NPM മൊഡ്യൂൾ, നോഡ് മൊഡ്യൂൾസ്. അപ്പം നമ്മൾ ഇമ്പോർട്ട് ബ്രൗസർ റൗട്ടർ ഫ്രം റിയാക്റ്റ് റൗട്ടർ ഡോം. ഓക്കെ, റിയാക്റ്റ് റൗട്ടർ ഡോമിൽ നിന്ന് ബ്രൗസർ റൗട്ടർ ഇമ്പോർട്ട് ചെയ്തെടുത്തു. നമ്മുടെ ഈ index.ആണല്ലോ മെയിൻ ഫയൽ. അപ്പോൾ നമ്മുടെ ഈ ആ ഒരു ഫയലിന് മുകളിലായിട്ട് നമ്മൾ ചെയ്യണ എല്ലാ കമ്പോണൻസ് റൗട്ടിങ്ങിൻ്റെ അണ്ടറിൽ വരേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രൗസർ റൗട്ടറിനെ ഇട്ട് റാപ്പ് ചെയ്യാം. ഞാനിവിടെ റാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മൾ ബ്രൗസർ റൗട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു. നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ബ്രൗസർ റൗട്ടിംഗ് ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഇനി നമുക്ക് റൗട്ട്സ് എഴുതി കൊടുക്കണം. ഓരോ പേജുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് റൗട്ട്സ് എഴുതി കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ സാധനം നമുക്ക് വർക്കൗട്ട് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ app.js ആണ് ഇപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഫയൽ. ഇതിനെ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഒരു HTML റൂട്ട് എലമെൻ്റ് ഉണ്ടല്ലോ, അതിലേക്ക് പാസ് ചെയ്തേക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ റിയാക്റ്റിൻ്റെ പഴയ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ app.jsൻ്റെ അകത്ത് എന്ത് ചെയ്യണം? ഇമ്പോർട്ട് ചെയ്യണം. ആരെ ഇമ്പോർട്ട് ചെയ്യണം? റൗട്ടർ ഡോമിൻ്റെ നിന്ന് റൗട്ട്സിനെ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇമ്പോർട്ട് എന്തൊക്കെ ഇമ്പോർട്ട് ചെയ്യണം? ഫസ്റ്റ് നമുക്ക് ക്യാപ്സ് ലോക്ക് ഓൺ ആക്കി. ഓക്കെ, റൗട്ട് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? റൗട്ട്സ് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും നമുക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കണം. അത് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ റൗട്ടിങ്ങിൻ്റെ കേസിൽ ഇവിടെ ഇവർ ക്ലാസ്സൊക്കെ വെച്ചിട്ട് റൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിവിടെ ഫങ്ഷണൽ കമ്പോണൻ്റാണ്. ഇതുണ്ടോ കോൺഫിഗ് ചെയ്യണ കൊടുത്തിരിക്കുന്നുണ്ടോ ഇവിടെ ബ്രൗസർ റൗട്ടറിനെ. ഇവരിവിടെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഈ ഒരു ഫയലിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്കിത് ഇവിടെ വേണമെങ്കിൽ എഴുതി കൊടുക്കാം. ഓക്കെ, റൂട്ടിൽ. അപ്പം നമുക്ക് റൗട്ടും അവർ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റൗട്ടും. ഓക്കെ, നമ്മളിവിടെ റൗട്ടും ഇമ്പോർട്ട് ചെയ്തു. ഇനി നമുക്ക് ഫയൽ വേണം. ഇപ്പം എനിക്കിപ്പോൾ app.js മാത്രമേ ഉള്ളൂ. എനിക്കിത് വെച്ചിട്ട് റൗട്ട് കാണിക്കാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് കുറച്ച് റൗട്ട്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുറച്ച് ഫയൽസ് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒഫീഷ്യലായിട്ട് തന്നെ ചെയ്യാം. കമ്പോണൻസ് ക്രിയേറ്റ് ചെയ്യണം. കമ്പോണൻസ് ഫോൾഡർ, കമ്പോണൻസിൻ്റെ അകത്ത് നമുക്ക് എന്തുണ്ട്? നമുക്ക് ഒരു കമ്പോണൻ്റ് ഉണ്ട്. അതെന്താണ്? എബോട്ട്
പേജ് ഫോട്ടോ ചെയ്യാസ്, ഇതൊരു പേജാണ്. ഓക്കെ, അതുപോലെ നമുക്ക് വേറെ എന്നാ ഉണ്ട്, കോണ്ടാക്റ്റ് ഡോട്ട് js. അതുപോലെ നമുക്ക് എന്തുണ്ട്, ആപ്പ് ഡോട്ട് js. ഓക്കെ, ഹോം ഡോട്ട് js 3 ഫയൽ നമുക്കുണ്ട്. പിന്നെ ഞാൻ ബോട്ടിൽ പോയിട്ട് RAFC, ഇത് ജസ്റ്റ് ഇതാട്ടോ, ഷോർട്ട് കട്ടാണേ, ജസ്റ്റ് ഇടുന്നേ RAFC. ഓക്കെ, ഹോം കോണ്ടാക്റ്റ് 3 പേജുണ്ട് നമുക്ക്. RAFC ഒരു വെബ് പേജിൽ 3 പേജ് നമുക്കുണ്ട്. ഓക്കെ, ഇത് നമുക്ക് എവിടെ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കണം, ഇവിടെ വിളിച്ചു കൊടുക്കണം. നമുക്ക് വിളിച്ചു കൊടുക്കാം ഇമ്പോർട്ട് എബോട്ട് പേജ്, ഇമ്പോർട്ട് കോണ്ടാക്ട് പേജ്, ഇമ്പോർട്ട്. വളരെ സിമ്പിളാണ് സാധനം, ഇമ്പോർട്ട് ഹോം പേജ്. ഓക്കെ, 3 പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തു, ഇത് വിളിച്ചു കൊടുത്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ലിങ്ക് ബ്രൗസർ ഔട്ടർ എന്ന് പറഞ്ഞ NPM മൊഡ്യൂൾ ഇവിടെ നമ്മൾ മെയിൻ കമ്പോണൻറ്റിൽ റാപ്പ് ചെയ്ത് കൊടുത്തു. ഇവിടെ നമ്മൾ എൻ്റെ ലോജിക്ക് എഴുതാൻ പോവാം. ഓക്കെ, സിമ്പിളായിട്ടാണ്, വളരെ സിമ്പിളാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അകത്ത് ഞാൻ എഴുതി കൊടുക്കാൻ പോവാണ്. നമുക്ക് റൗട്ട്സ് നമുക്ക് വിളിച്ചു കൊടുക്കാം. ഓരോരോ റൗട്ട്സ് എന്താണ് എൻ്റെ കോമൺ ഫയൽ, റൗട്ട്സിൻ്റെ ഉള്ളിൽ ഓരോരോ പേജുകൾ റൗട്ട് ഉണ്ട്. അതായത് റൗട്ട് നാവിഗേറ്റ് ചെയ്ത് പോവാട്ടോ, ഓരോരോ പേജുകളുണ്ട്. 3 റൗട്ടുണ്ട് നമുക്ക് റൗട്ട്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ റൗട്ട് നമ്പർ 1 നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ റൗട്ട് എഴുതി കൊടുത്തു. റൗട്ടിൻ്റെ 2 പാരാമീറ്റേഴ്സാണ് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകണ്ടേന്നുള്ള മെൻഷൻ ചെയ്യണം. ഓക്കെ, URL ഇല്ലേ, URL നമ്മൾ വെബ്സൈറ്റ് എടുത്തിട്ട് ഈ ഇവിടെ അടിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇതാണ് ഈ URL, ഇതാണ് URL. അപ്പോൾ നമുക്കത് മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ എബോട്ട് പേജിലേക്ക് പോകണം എന്ന് മെൻഷൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ എലമെൻറ്റ് മെൻഷൻ ചെയ്യണം. എലമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മളിവിടെ പേജസ് ക്രിയേറ്റ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ ഒരു സാധനം നമുക്ക് ആദ്യം ഇവിടെ വിളിച്ചു കൊടുക്കാം. എന്താ വിളിച്ചു കൊടുക്കാൻ പോണേ, എബോട്ട്. ഓക്കെ, അതായത് എബോട്ട് പേജിലേക്ക് പോകണം. ഓക്കെ, ഇതിൻ്റെ തന്നെ 3 ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ എടുക്കുവാണ് കേട്ടോ, 2 ഡ്യൂപ്ലിക്കേറ്റ്. കൺട്രോള് ഷിഫ്റ്റ് ഓൾട്ട് താഴേക്കുള്ള ആരോക്കി. ഇവിടെ നമുക്ക് കോണ്ടാക്റ്റ് വിളിച്ചു കൊടുക്കാം. കോണ്ടാക്റ്റ് വിളിച്ചു കൊടുത്തു. ഞാനിവിടെ കോണ്ടാക്റ്റ് വിളിച്ചു കൊടുക്കും. ഓക്കെ, കോണ്ടാക്റ്റ് വിളിച്ചു കൊടുക്കാം. കോണ്ടാക്റ്റ് വിളിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനൊരു മര്യാദ വേണമല്ലോ, നമ്മൾ മേളിൽ നിന്ന് നമുക്കിവിടെ ഹോം പേജ് വിളിച്ചു കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ഹോം മീൻസ് ഒന്നുമില്ല, റൂട്ട് തുടക്കുമ്പോൾ വരുന്ന സാധനം, റൂട്ട്. ഹോം വിളിച്ചെടുത്തു. ഓക്കെ, ഇനി ഞാൻ റൂട്ട് വിളിച്ചു കൊടുത്തു. നോക്ക്, റൂട്ട് എന്ന് പറഞ്ഞാൽ ഹോം പേജ്. ഓക്കെ, ഞാൻ എബോട്ട് വിളിച്ചു കൊടുക്കും. എബോട്ട് വിളിച്ചു കൊടുത്തു. എബോട്ട് വർക്കിംഗ് ആണ്. കോണ്ടാക്റ്റ് വിളിച്ചു കൊടുത്തു. ഇങ്ങനെ കേട്ടോ നമ്മൾ റിയാറ്റിൽ ഓരോ റിയാറ്റിലെ ബ്രൗസർ ഔട്ടർ ഡോം ഉപയോഗിച്ചിട്ട് ഓരോ പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ നാവിഗേറ്റ് ചെയ്തല്ലോ. പക്ഷെ നമുക്ക് എപ്പോഴും വന്നിങ്ങനെ URL വിളിച്ചു കൊടുക്കാൻ പറ്റാതെ, URL വന്ന് ടൈപ്പ് ചെയ്ത് വിളിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, നമുക്ക് 3 ബട്ടൺസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ അസൈൻ ചെയ്തിട്ട് നമുക്ക് വിളിച്ചു കൊടുക്കാം കേട്ടോ. ലിങ്ക് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ HRF ടാഗ് പഠിച്ചിട്ടില്ലേ HTML മുമ്പ്, A ടാഗ്, HRF എന്ന് പറഞ്ഞാൽ ആങ്കർ ടാഗ്, അതിൻ്റെ ഇത് A ടാഗ്, അതിൻ്റെ പ്രോപ്പർട്ടി HRF. അവിടെ നമ്മൾ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തന്നെ ഇവരൊരു പ്രോപ്പർട്ടി മെൻഷൻ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ വിളിച്ച് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ഞാനൊന്ന് മാറ്റുവാണേ. ഞാൻ ഹോം പേജിൽ വന്നു. ഇവിടെ ഒരു 2 ബട്ടൺ, 2 അല്ല 3 ഇല്ല 3 പേജുണ്ട്, 2 പേജുണ്ടല്ലോ. 2 ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. 2 ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് ലിങ്ക് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ. ബ്രൗസർ ഔട്ടർ ഡോമിൻ്റെ തന്നെയാണ്. എന്തിനാന്ന് വെച്ചാൽ ഒരു പേജിലേക്ക് പോകാൻ ലിങ്ക് നമ്മൾ URL കൊടുക്കില്ലേ, ആ സാധനം തന്നെ ലിങ്ക്. ഇത് കണ്ടോ, റിയൽ ഔട്ടർ ഡോമിൽ നിന്ന് എടുത്ത ലിങ്കാണ്. ഇതില്ല, കുറേ ഇഷ്ടം പോലെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് വായിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് കണ്ടോ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ,
ഒരുപാട് കാര്യങ്ങളുണ്ട്, ക്ലാസ് കമ്പോണൻസും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രമാണ് ഇത് ചെയ്യുന്നുള്ളൂ. ഇപ്പം നമുക്കൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ലിങ്കിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ടുവിൻ്റെ അകത്ത് നമുക്ക് ആ പേജ് അതാണെന്നുള്ള മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എബോട്ട് മെൻഷൻ ചെയ്ത് കൊടുക്കണം. എബോട്ടിലേക്ക് പോകണം. ഓക്കെ, എബോട്ടിലേക്ക് പോകണം. എനിക്ക് ഇവിടെ തന്നെ ഞാനത് നമ്മളെ എ ടാഗില്ല, ഇതെന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇല്ലേ ഈ ഒരു സംഭവമാണ്, ഈ ഒരു സാധനം കണ്ടില്ലേ, ഇതാണ്. ഓക്കെ, ഞാനിവിടെ മെൻഷൻ ചെയ്ത് കൊടുത്തു ലിങ്ക്. ബ്രൗസർ ഡോമിൻ്റെ പ്രോപ്പർട്ടി ആണെന്നുള്ളൂ. ഇപ്പം ഞാനിവിടെ വേറെ എന്ത് മെൻഷൻ കൊടുക്കുന്നു? ലിങ്ക് അല്ലാതെ വേറെ തന്നെ ഉള്ളു, കോണ്ടാക്റ്റ് ഉണ്ടല്ലേ, 2 പേജ് ഉണ്ട്. ഇപ്പോൾ 2 പേജ് നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വന്നിട്ട് കോണ്ടാക്റ്റ് മെൻഷൻ ചെയ്യാം. കോണ്ടാക്റ്റ്. ഓക്കെ, 2 പേജ് ഞാൻ മെൻഷൻ ചെയ്തു. ഇവിടെ വന്നു നോക്കി, എബോട്ടിക്ക് പോയി, കോണ്ടാക്റ്റിക്ക് പോയി. 2 പേജിലേക്കും ഞാൻ പോയി. ഓക്കെ, ഞാനിപ്പോൾ ഒരു കാര്യം പറയുക. എനിക്കിപ്പോൾ സപ്പോസ് കോണ്ടാക്റ്റ് ഇല്ല, കോണ്ടാക്റ്റ് ഞാൻ കൺട്രോൾ ചെയ്തടിച്ച് കോണ്ടാക്റ്റ് ഇല്ല, എന്നിട്ട് ഞാൻ കോണ്ടാക്റ്റിക്ക് പോയി. കണ്ടോ, അങ്ങനെ ഒരു റൗട്ടില്ല. റൗട്ട് ഉണ്ടെങ്കിലല്ലേ കണ്ടൻറ്റ് ലോഡാവുള്ളൂ. ഈ പേജ് അവിടെ കാണിക്കുന്നില്ല. ഓക്കെ, ഇവിടെ ഞാൻ ലിങ്ക് വിളിച്ചു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഈ ലിങ്കിൽ ഈ URL പോകണമെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ളൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ കൊടുത്തു വിടണ്ടേ. റൗട്ട് ക്രിയേറ്റ് ചെയ്താലല്ലേ വർക്കൗട്ട് ആവുള്ളൂ. റൗട്ട് ഇല്ലാത്തടത്തോളം പക്ഷം ആ ലിങ്ക് ഇത് വെറും ആങ്കർ ടാഗ് മാത്രമാണ്. നമ്മൾ HTML ആങ്കർ ടാഗ് എഴുതിയിട്ട് എന്ത് കാര്യം? എ ടാഗ് എഴുതിയിട്ട് HTML എബോട്ട് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ആ ക്ലിക്ക് ചെയ്താൽ പോകുള്ളൂ. അതുപോലെ തന്നെ അപ്പം നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റൗട്ടർ ഡോമിൻ്റെ ഒരു സംഭവമാണ് നമ്മളിവിടെ പറഞ്ഞു തന്നത്. റിയാക്റ്റിൽ റൗട്ടിങ് എങ്ങനെയാണെന്നുള്ളത്. റിയാക്റ്റിന് ഇനി കുറച്ച് ക്ലാസ്സും കൂടി ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേന് നമുക്ക് റിയാക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ്, റെഡിക്സ് ടൂൾ കിറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ പഠിച്ചിട്ട് നമുക്ക് പ്രൊജക്റ്റിലേക്ക് പോകാം. പിന്നീടാണ് Nest.js മറ്റ് സാധനങ്ങളെല്ലാം നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പം ഇത് ട്രഡീഷണൽ വേയിൽ ഓഫ് SCRA ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ നിന്നു, അത് ഡിപ്രിഷിയേറ്റായി. അപ്പോൾ നമ്മളിപ്പോൾ VJS ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇത് ഞാൻ CRA ആണ് ചെയ്തത്. CRA ടെംപ്ലേറ്റ് ഉണ്ട്. അപ്പം NPM MPX ക്രിയേറ്റ് റിയാക്റ്റ് ആപ്പ് യൂസ് ചെയ്യുന്നില്ല, വീറ്റാണ് യൂസ് ചെയ്യുന്നത്. വീറ്റോ വീറ്റ് എന്നാന്ന് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ കറക്റ്റായിട്ട് അറിയത്തില്ല. ഓക്കെ, യൂസ് ചെയ്യുന്ന അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിപ്പം അപ്പം ഞാനിന്ന് റിയൽ റൗട്ടർ ഡോം കറക്റ്റായിട്ട് പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത്രയും മതി നമുക്ക്. ആക്ച്വലി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാമെങ്കിൽ നോക്കാം. നമ്മൾ പേജ് കമ്പോണൻസിൻ്റെ അകത്ത് പേജസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു റൗട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് പ്രൊട്ടക്റ്റഡ് റൗട്ട്, അൺപ്രൊട്ടക്റ്റഡ് റൗട്ട് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും കൂടി ഉണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ, കാരണം ഒതൻറ്റിക്കേഷൻ്റെ ഒക്കെ കേസ് വരുമ്പം പ്രൊട്ടക്റ്റഡ് റൗട്ടിൽ വെക്കേണ്ട കുറേ റൗട്ട്സ് ഉണ്ട്. നോർമലി ടൈപ്പ് ചെയ്താൽ ഒതൻറ്റിക്കേറ്റ് ആയിക്കഴിഞ്ഞാൽ ടോക്കൺ ഉണ്ടെങ്കിൽ മാത്രം അകത്ത് കയറി കാണിക്കേണ്ട കുറച്ച് റൗട്ട്സുകളുണ്ട്. അത് പ്രൊട്ടക്റ്റഡ് റൗട്ടിലാണ് ഇപ്പോൾ ഇരിക്കേണ്ടത്. അപ്പം അതും കൂടി ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ റൗട്ടർ ഡോമിൽ വേറെ കോൺസെപ്റ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ഉണ്ടോ, ഒരുപാട് പ്രോപ്പർട്ടി, ഒരുപാട് ഹുക്കുകൾ തന്നെ വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. താങ്ക് യു.